ദീക്ഷ ക്ലാസ് റൂം മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പുതിയ ഒരു സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആസ്ക് കൈഫ എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ പേര്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ UGC NTA-NET എക്സാം പ്രിപ്പറേഷൻ സ്റ്റേജിൽ അതത് സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഡൗട്ടുകൾ, കൺസേൺസ്, സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഈ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇനി അതുമല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കേണ്ടത് പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളുണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ല കേട്ടോ. ഉദാഹരണമായിട്ട് ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ത്യൻ ലോജിക്കിൻ്റെ സംശയം തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് ജനറലായിട്ട് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനോ UGC NTA-NET എക്സാമുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതായിരിക്കും. സോ ആദ്യമായിട്ട് ഇന്ന് ഞാൻ സാധാരണ കുട്ടികൾ ചോദിക്കുന്ന ഈ ഒരു സ്റ്റേജിൽ ചോദിക്കുന്ന വളരെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ളത് കൂടുതലായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ഏകദേശം ഇനി 50 ദിവസമാണ് നമുക്ക് എക്സാമിനുള്ളത്, അപ്രോക്സിമേറ്റ്ലി 50 days. അപ്പം ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്ന് 50 ദിവസം കൊണ്ട് NTA-NET എക്സാമിന് പഠിച്ചാൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടുമോ അല്ലെങ്കിൽ JRF കിട്ടുമോ എന്നുള്ളതാണ്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ എൻ്റെ ഒരു ഉത്തരം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സീരീസിൽ നമ്മൾ കൂടുതലും നമ്മുടെ ഒപ്പീനിയൻസ് ആണ് പറയാം. പലതിനും ഒരു എക്സാക്റ്റ് ഉത്തരങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഒപ്പീനിയനുമായിട്ട് നിങ്ങൾക്ക് വിയോജിക്കാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ ഒപ്പീനിയൻ മാത്രമായിട്ടാണ് നിങ്ങൾ അവ കൺസിഡർ ചെയ്യേണ്ടത്, ഒരു ഫൈനൽ ഒഫീഷ്യൽ ആൻസർ ആയിട്ടല്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പറയാനുള്ളത്, അതായത് 50 days കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താൽ NTA-NET JRF കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഈ ഒരു എക്സാമിന് 100 ദിവസം മുമ്പ് 150 ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ആളുകളുണ്ട്, തയ്യാറെടുപ്പ് നടത്താൻ തുടങ്ങിയ ആളുകളുണ്ട് എന്നുള്ളതാണ്. അവരോടാണ് 50 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളിൽ അങ്ങനെയുള്ളൊരു സംഭവങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, തീർച്ചയായിട്ടും 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആ ദിവസങ്ങളിൽ എടുക്കുന്ന പണി 100 ദിവസം മുമ്പോ 150 ദിവസം മുമ്പോ ആളുകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ആളുകൾ എടുക്കുന്ന പണിയോട് തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ, ഒരു 100 ദിവസം മുമ്പ് ഒരാൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അയാൾ 2 മണിക്കൂറാണ് ദിവസം പഠിക്കുന്നതെങ്കിൽ നിങ്ങളൊരു 50 ദിവസം കൊണ്ടാണ് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങളൊരു ദിവസം 4 മണിക്കൂർ പഠിക്കണം. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അല്ലാതെ ടോട്ടലായിട്ട് 50 days ആണോ 150 days ആണോ 100 days ആണോ 1 year ആണോ എന്നുള്ളതല്ല മാറ്റർ ചെയ്യുന്നത്. എത്ര കാര്യങ്ങളാണ്, എത്ര സമയമാണ് നിങ്ങൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും നേരത്തെ നല്ലതാണ്. കാരണം നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ബേസിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, മതിയായ തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ആവശ്യമായ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. 50 days എന്നുള്ളത് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, ബട്ട് പോസിബിൾ ആണ്. നിങ്ങൾ ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട്, അതായത് ഫുൾ ടൈം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ടൈം, പരമാവധി ടൈം അതിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ മത്സരിക്കാനുള്ളത് 50 ദിവസം കൊണ്ട് മാത്രമല്ല, 100 ദിവസം കൊണ്ടും 150 ദിവസം കൊണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ കൂടിയാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനിയുള്ള ഈ 50 ദിവസം കൊണ്ടുള്ള പ്രിപ്പറേഷനും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്. ആരാണോ മാക്സിമം പഠിക്കുന്നത്, ആരാണോ മാക്സിമം പ്രിപ്പയർ ചെയ്യുന്നത്, അവർ ക്വാളിഫൈ ചെയ്യും. നിങ്ങളായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾ എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കേണ്ടത്. സോ ഇതാണ് ആദ്യമായിട്ടുള്ള ഈ ഒരു 50 ദിവസം കൊണ്ടും പ്രിപ്പയർ ചെയ്താൽ കിട്ടുമോ എന്നുള്ളതിനെ കൊണ്ട് പറയാനുള്ളത്. അതിലേക്ക് ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ ഏകദേശം ഒരു എക്സാമിൻ്റെ ഒരു 60 to 65 days ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നമ്മളൊരു എൻറ്റയർലി പുതിയൊരു പരീക്ഷയല്ല എഴുതാൻ പോകുന്നത്. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച ടോപ്പിക്കാണ്, PGക്ക് പഠിച്ച ടോപ്പിക്കാണ്, നമ്മുടെ പേപ്പർ 1 കൂടുതലും നമ്മുടെ SSLC 10 +2 വരെയൊക്കെ പഠിച്ച ടോപ്പിക്കാണ്. ഡെഫിനറ്റ്ലി ഇന്ത്യൻ ലോജിക് അതുപോലെയുള്ള കുറച്ച് പുതിയ ടോപ്പിക്കുകൾ വരുന്നുണ്ടെങ്കിൽ പോലും പലതും നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്റ്റേജിൽ
നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവയുടെ ഒരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ, ഒരു റിവിഷൻ, എങ്ങനെയാണ് NTA നെറ്റ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ചോദ്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമതായിട്ട് കൂടുതലും ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ, അതായത് ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 50 ഡേയ്സ് ഉള്ള സ്റ്റേജിൽ എന്ത് ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പലരും ചോദിക്കാറുള്ളത്. അതായത് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ്. അതിൽ എനിക്ക് പറയാനുള്ളത്, ഡെഫിനറ്റ്ലി ഞാൻ പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. അതായത് മുൻകാല ചോദ്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എത്രത്തോളം മുൻകാല ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. ഞാൻ പറയും പരമാവധി നോക്കുക എന്നുള്ളതാണ്, മാക്സിമം നോക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ ലോജിക്ക് സിമ്പിളാണ്. 5 ക്വസ്റ്റ്യൻ നോക്കി പ്രിപ്പയർ ചെയ്ത ആളെ തോൽപ്പിക്കാനുള്ള ലോജിക് 6 ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതാണ്. 10 ക്വസ്റ്റ്യൻ നോക്കി പ്രിപ്പയർ ചെയ്ത ആളെ തോൽപ്പിക്കാനുള്ള ലോജിക്കുകളിൽ 11 ക്വസ്റ്റ്യൻ 12 ക്വസ്റ്റ്യൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത് പേപ്പർ 1നും അതുപോലെ പേപ്പർ 2നും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കൂടുതലും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് പേപ്പർ 1നാണ്. അതിലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം 2020 ജൂൺ എക്സാം, അതായത് ലാസ്റ്റ് സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലുമായി നടന്നിട്ടുള്ള എക്സാമൊക്കെ ഏകദേശം 24ഓളം ഷിഫ്റ്റുകളിലാണ് പരീക്ഷ നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 24ഓളം പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓക്കെ, അതിന് മുമ്പത്തെ എക്സാമിന് ഏകദേശം 10ഓളം, അതിനു മുമ്പ് 14ഓളം, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഷിഫ്റ്റുകളായിട്ടാണ് എക്സാമുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 2-3 എക്സാം, ടോട്ടൽ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് 30-40 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഈ സ്റ്റേജിൽ നോക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു 30+ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് ബേസിക് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ 35+ഉം 40+ ഒക്കെ കിട്ടുമായിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പറാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു സംശയം എവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ദീക്ഷ തന്നെ ബുക്കിൻ്റെ രൂപത്തിൽ ഇറക്കുന്നുണ്ട്. A5 ബുക്കിലൊക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളത്, അതായത് 2019 ഡിസംബർ വരെ ഉള്ളതിൻ്റെ ബുക്കും ലേറ്റസ്റ്റ് ബുക്കിൻ്റെ ലിങ്കൊക്കെ ഈ ഒരു യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം, പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം, പരമാവധി നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, അതിനനുസരിച്ച് നിങ്ങൾക്ക് സിലബസിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ കീ നമ്മൾ പറഞ്ഞു നമ്മുടെ ബുക്കിലുണ്ട്. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ, എസ്പെഷ്യലി ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടെങ്കിൽ ദീക്ഷ ക്ലാസ് റൂം മലയാളം യൂട്യൂബ് ചാനലിൽ മലയാളം മീഡിയത്തിലും, അതുപോലെ തന്നെ ദീക്ഷ ക്ലാസ് റൂം ഇംഗ്ലീഷ് യൂട്യൂബ് ചാനൽ, അതായത് ദീക്ഷ ക്ലാസ് റൂം യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒരുപാട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പഠിക്കാം. മറ്റ് പല യൂട്യൂബ് ചാനലുകളും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ റാൻഡം സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ചോദ്യം എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ആളുകൾ ചോദിക്കുന്നത് ഈ പേപ്പർ 1ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ തന്നെ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം പലരും ചോദിക്കാറുണ്ട് നമ്മുടെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ICT പോലെയുള്ള ടോപ്പിക്കുകളൊക്കെ കൂടുതൽ ഫാക്ച്വൽ ആണ്. കറണ്ട് അഫയേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയതുകൊണ്ട് കാര്യമുണ്ടോ, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ റീസണിങ് ടോപ്പിക്കുകൾ എന്നുള്ളതാണ്. അതായത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ 2020 സെപ്റ്റംബർ ഒക്ടോബർ നവംബറിൽ നടന്ന എക്സാംസിൻ്റെ 20+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ റിപ്പീറ്റിംഗ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, റിപ്പീറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സാക്റ്റ് അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു എന്നുള്ളതല്ല, സെയിം പാറ്റേൺ ആണ്. ഒരു സ്ഥലത്ത് യൂണിവേഴ്സിറ്റി ആയിരിക്കും, ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും, ചില സ്ഥലത്ത് അത് ഡിഫറെൻറ്റ് കോളേജുകളായിരിക്കും. ഓക്കെ, ഒരു സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ കമ്പനി ആയിരിക്കും, ഒരു സ്ഥലത്ത് ചിലപ്പം ഒരു പെർട്ടിക്കുലർ കമ്പനി എന്നുള്ളതിനപ്പുറത്തേക്ക് സ്കൂളായിരിക്കും. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ റിപ്പീറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്
definitely you are going to get complete data interpretation questions this time. കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്ന് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണ്. രണ്ടാമത്തെ ടോപ്പിക്കുകളൊന്നാണ് മാത്തമെറ്റിക്കൽ റീസണിങ്. മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ എൻ്റർലി ന്യൂ ആയിട്ട് വരാറുണ്ടെങ്കിൽ പോലും സിമിലർ ആയിട്ടുള്ള കുറേ പാറ്റേൺസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിൽ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ, അതായത് എക്സാക്ട് ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എക്സാമിന് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി പറയാനുള്ളതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഹൈലി സബ്ജക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില ചോദ്യത്തിനൊക്കെ ഒരു ക്ലാസ്സിൽ ടീച്ചറെ സ്റ്റുഡൻറ്റിൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ ഓപ്ഷൻസും ശരിയാണ്. എക്സാമിന് ചിലപ്പോൾ ഒരു ഓപ്ഷനേ ശരിയാവുകയുള്ളൂ. അപ്പോൾ ഹൈലി സബ്ജക്റ്റീവ് ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പിന്നെ എങ്ങനെയാണ് ഇത് ശരിയാവുന്നത്, ഇതാണ് ശരി എന്നുള്ളത്, അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ശരികൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ പരമാവധി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പരമാവധി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരികയാണ്, ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ വരികയാണെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് NTA അല്ലെങ്കിൽ UGC എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാമിന് ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതായിരിക്കും വരാനുള്ള സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുണ്ടായാൽ അങ്ങനെ നിങ്ങൾ ഉത്തരം ചെയ്യുമ്പോൾ അതിൽ മാക്സിമം ശരിയായിരിക്കും, കംപ്ലീറ്റ് ശരിയായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയാണ്, എക്സാക്ട് ക്വസ്റ്റ്യൻ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഏത് പാറ്റേണിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് NTA ആൻസർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സാധാരണ ഒരുപാട് ഓർഡേഴ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ്, അറേഞ്ച്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ പറയുന്നത് റീസണിങ് ആയിട്ടുള്ള ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് സഹായിക്കും. ഫാക്ച്വൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ, ICT പോലെയുള്ളത് ഡെഫിനറ്റ്ലി ഒരു പരിധിക്കപ്പുറം നിങ്ങളെ സഹായിക്കില്ല. ബട്ട് സ്റ്റിൽ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ആസ്ക് കൈഫർ എന്നുള്ള സീരീസിൽ പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ടോ നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ UGC NTA നെറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് കമൻറ്റ് സെഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിരിക്കും. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.